സാമൂഹിക ആരോഗ്യം ആകെ തകർന്ന നിലയിൽ. ഈ അവസ്ഥയ്ക്ക് കാരണം നിരന്തരമായ ലഹരി ഉപയോഗം തന്നെ. ഇത് ഇനി കെട്ടിപ്പടുക്കണമെങ്കിൽ തീവ്ര ശ്രമം നടത്തേണ്ടതുണ്ട്. പെറ്റുപോറ്റ് പാല് തന്നു വളർത്തിയ സ്വന്തം മാതാവിനെ തന്നെ ദാരുണമായി കൊലപ്പെടുത്തുന്ന പ്രവണത ഒട്ടനേകം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവരെല്ലാം ലഹരിക്കടിമകളായിരുന്നു എന്നുള്ള കാര്യവും ഈയിടയിൽ മറക്കാതിരിക്കേണ്ട കാര്യമാണ്. ഇത്തരക്കാർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള മനഃശാക്ഷിയില്ലായ്മത്തരം ഉണ്ടാകുകയുള്ളൂ. കാരണം ലഹരി ഉപയോഗിച്ച് ഹൃദയത്തിൻ്റെ ഭാഗത്ത് ഇവർക്ക് കരിങ്കല്ലായ്മ, ഹൃദയമെന്നത് ഇവർക്ക് കരിങ്കല്ലായി മാറിയിരിക്കുന്നു. കൊല്ലം കൊടിയം തഴുത്തലയിൽ അമ്മയെ മകൻ കൊലപ്പെടുത്തിയ ശേഷം സ്വയം ജീവനൊടുക്കിയ നിലയിൽ. ഇന്നലെ രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. നസിയത്ത് എന്ന 54 വയസ്സുള്ള ഉമ്മയെ ഷാൻ എന്ന 34 വയസ്സുകാരനാണ് ഇത്തരത്തിൽ മനഃശാക്ഷിക്ക് നിരക്കാത്ത നിലയിൽ കൊലപ്പെടുത്തി ജീവൻ വെടിഞ്ഞത്. നിരന്തരമായ ലഹരി ഉപയോഗം കൊണ്ട് ഷാൻ എന്ന ഈ ചെറുപ്പക്കാരൻ്റെ ദാമ്പത്യ ജീവിതം തന്നെ താറുമാറായിരുന്നു. മരണത്തിൻ്റെ മുമ്പത്തെ ദിവസമാണ് ഷാൻ്റെ ഭാര്യയായ ജംഷീനയുടെ പരാതി പോലീസിലെത്തിയത്. 3 ദിവസത്തിന് മുമ്പാണ് ഇവിടെ നിന്ന് പിണങ്ങിക്കൊണ്ട് ഷാനിൻ്റെ ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോയത്. ഉമ്മയായ നസിയത്തിൻ്റെ റൂമിലും ഫാനിൽ കുരുക്കുണ്ടായിരുന്നു. സ്വയം ജീവനൊടുക്കാൻ ശ്രമിക്കുന്ന ഉമ്മയെ ഷാൻ കൊലപ്പെടുത്തിയതായിരിക്കാം എന്നുള്ള നിഗമനവും പോലീസ് പറയുന്നുണ്ട്. ഈ കാര്യത്തിലെ വ്യക്തത അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പോലീസ്. ഷാൻ വഴിവിട്ട ബന്ധങ്ങൾ പുലർത്തിയിരുന്നു എന്നുള്ള കാര്യവും ഷാനിൻ്റെ ഭാര്യ സഹോദരൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ലഹരി ഒട്ടേറെ മനുഷ്യരുടെ ജീവൻ ഇല്ലാതാക്കുന്നു. ഒരു ഒടുക്കവും കാണാതെ ഇത്തരത്തിലേക്ക് തന്നെ ഇനിയും സമൂഹം പോയിക്കൊണ്ടിരിക്കുമോ? ഇതിന് അറുതി വരേണ്ടത് അത്യാവശ്യമല്ലേ? മകൻ അമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം സ്വയം തൂങ്ങി മരിച്ചു എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. ഈ കേസിൽ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നമില്ല. പിന്നെ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് കമ്പനിയുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് അങ്ങനെ ഒരു കേസ് പൊക്കിയായിരുന്നു. അതിനെ ചൊല്ലി സംസാരങ്ങളൊക്കെ അതെല്ലാം പറഞ്ഞു തീരും. ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനം ലഹരി സ്ഥിരം ഉപയോഗിച്ചിട്ടാണ് ഈ പ്രശ്നങ്ങൾ. അത് ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു വിഷയമില്ല. ഇത് ഉപയോഗിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ. ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. പിന്നെ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് കമ്പനിയുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് അങ്ങനെ ഒരു കേസ് പൊക്കിയായിരുന്നു. അതിനെ ചൊല്ലി സംസാരങ്ങളൊക്കെ അതെല്ലാം പറഞ്ഞു തീർത്ത് വീണ്ടും വിഷയമായി. അങ്ങനെ പെങ്ങളെ കൊണ്ടുപോയി. നിരന്തരം ഉപദ്രവിക്കും. മെനങ്ങാന്ന് ഉപദ്രവിച്ച് അങ്ങനെ പെറ്റീഷൻ കൊടുത്ത് വീട്ടിൽ കൊണ്ടുപോയതാണ്. സംഭവം ഈ വീട്ടിൽ നിന്ന് കൊച്ചിനെ വിളിച്ചിരുത്തി ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ തള്ളെ ഉണ്ടായിരുന്നു കൂടെ. തള്ളയെ കയറി പിടിക്കാനൊക്കെ ശ്രമിച്ചു. അതിനെ പറ്റിയ പരാതി കൊടുത്തേക്കുന്നു. അല്ല, ഇന്ന് രാവിലെ ഇവിടെ ഇവർ തള്ളയും മോനും കൂടെ വഴക്കാരെന്ന് ഇങ്ങനെ അയൽക്കാർ പറയുന്നുണ്ട്. എന്നിട്ട് എൻ്റെ തള്ളെ ഉണ്ടായിരുന്നു കൂടെ. തള്ളയെ കയറി പിടിക്കാനൊക്കെ ശ്രമിച്ചു. അതിനെ പറ്റിയ പരാതി കൊടുത്തേക്കുന്നു. അല്ല, ഇന്ന് രാവിലെ ഇവിടെ ഇവർ തള്ളയും മോനും കൂടെ വഴക്കാരെന്ന് ഇങ്ങനെ അയൽക്കാർ പറയുന്നുണ്ട്.